വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പേര് സിനിയ. നമ്മളിപ്പോൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള തുടർ ക്ലാസ്സുകളിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ടാണ്. മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണ് വരുന്നത്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇപ്പോൾ തന്നെ മനസ്സിലേക്ക് വെച്ചോളൂ, മൗലിക അവകാശങ്ങൾ വരുന്നത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഇന്ത്യക്കാരന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഓരോ ഇന്ത്യക്കാരൻ, ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ വളർന്ന ഓരോ ഇന്ത്യക്കാരന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. നോട്ട് ചെയ്യുക, ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഈ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് ചോദിക്കാറുണ്ട്. അതെവിടെ നിന്നാണ്? USA അവകാശ ബില്ലിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇത് പറയുന്നതെന്നും ചോദിക്കാറുണ്ട്. ഭാഗം 3 പറയുന്നത്. ഏത് ആർട്ടിക്കിൾസ് പോലാണുള്ളത്? 12 മുതൽ 35 വരെ ഇതാണുള്ളത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഉള്ളത് ഏതാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ശില്പി ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാനുണ്ട്, നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇനി ഈ ഒരു മൗലിക അവകാശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കാൻ സാധിക്കും. അതായത് അടിയന്തരാവസ്ഥ വരികയാണെങ്കിൽ, എമർജൻസി വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ ഈ മൗലിക അവകാശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിന് റദ്ദാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ ഒരു ടൈമിൽ പോലും നമുക്ക് റദ്ദാക്കാൻ, അതായത് ഗവൺമെന്റിന് റദ്ദാക്കാൻ സാധിക്കാത്ത 2 ആർട്ടിക്കിൾസ് ആണുള്ളത്. ആർട്ടിക്കിൾ 20 ഉം 21. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് മാത്രം നോട്ട് ചെയ്ത് വെക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കും എങ്കിൽ കൂടിയും ആർട്ടിക്കിൾ 20, 21 വകുപ്പുകള് റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതാണ് നമ്മുടെ വളരെ പ്രശസ്തനായിട്ടുള്ള, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ. ഇദ്ദേഹത്തിന്റെ പ്രതിമ ഈ അടുത്തായിട്ട് വന്നിരുന്നു. എവിടെയായിരുന്നു വന്നിരുന്നത്? ഗുജറാത്തിലായിരുന്നു അത് വന്നിരുന്നത്. അപ്പൊ നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ ആരാണെന്ന് നോക്കാം. ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തെ എന്തൊക്കെയാണ് വിളിക്കുന്നത്? ഇന്ത്യയുടെ ബിസ്മാർക്ക്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ് അദ്ദേഹം. എനിക്കൊരു കൾച്ചറേ അറിയുള്ളൂ, അത് അഗ്രികൾച്ചർ ആണ് എന്ന ഒരു സെന്റൻസ് ആരാണ് പറഞ്ഞത്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ് പറഞ്ഞത്. എനിക്കൊരു കൾച്ചറേ അറിയുള്ളൂ, അതെന്താണ്? അഗ്രികൾച്ചർ. ഇന്ത്യയിലെ ദേശീയ ഐക്യ ദിനം ഒക്ടോബർ 31 ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഐക്യ ദിനം ഒക്ടോബർ 31. ഈ ഒക്ടോബർ 31 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അതാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യ ദിനമായിട്ട് ഒക്ടോബർ 31 ആഘോഷിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒക്ടോബർ 31 പ്രത്യേകത എന്താണ്? ഈ ഒരു ദിവസമാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ബർദോളി സത്യാഗ്രഹത്തിൽ, അതായത് ബർദോളി സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സർദാർ എന്ന പദവി കിട്ടുന്നത്. ഈ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന പേര്, ഈ ഒരു സർദാർ എന്ന ഈ ഒരു എക്സ്ട്രാ നെയിം ഉണ്ടല്ലോ, ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ്? ബർദോളി സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു, അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. സ്ത്രീകൾ നടത്തിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം അവിടുത്തെ ആ ഒരു സ്ത്രീകളാണ് ഇദ്ദേഹത്തിന് ഈ സർദാർ എന്ന് പറഞ്ഞ ഒരു പേര് കൊടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലായി മാറുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് നോക്കാം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്ന് പറയുന്നത് അദ്ദേഹമാണ്. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു, ദേശീയ ഐക്യ ദിനം. ദേശീയ ഐക്യ ദിനം ഒക്ടോബർ 31. അത് ചോദിക്കാറുണ്ട്, അത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ദേശീയ ഐക്യ ദിനം ഏതാണ്, ഏത് മാസമാണ്, അല്ലെങ്കിൽ ഏത് ദിവസമാണെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത വേറെന്താണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം കൂടിയാണത്. അതുകൊണ്ടാണ് ദേശീയ ഐക്യ ദിനമായിട്ട് ഒക്ടോബർ 31 ആഘോഷിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഫോട്ടോ കണ്ടോ അല്ലെ? അതൊരു സ്റ്റാച്ചു ആണ്. അത് ഗുജറാത്തിലുള്ള ഒരു സ്റ്റാച്ചു ആണ് അദ്ദേഹത്തിന്റെ. അതായത് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നാണ് അതിന്റെ പേര്. സ്റ്റാച്ചു ഓഫ് യൂണിറ്റി എന്നാണ് ആ ഒരു സ്റ്റാച്ചുവിനെ വിളിക്കുന്നത്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലാണ് ആ ഒരു സ്റ്റാച്ചു ഉള്ളത്. അപ്പൊ നോട്ട് ചെയ്യുക, ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലാണ്
സ്റ്റാറ്റ്യൂ ഓഫ് യൂണിറ്റി കാണുന്നത്. അവിടെയാണ് ഉള്ളത്. 2018 ഒക്ടോബർ 31 അത് രാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിക്കുന്നത്. അതായത് 2018 ഒക്ടോബർ 31 ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റി വരുന്നത്. അത് എവിടെയാണ് വരുന്നത്? അത് നർമ്മദ ജില്ലയാണ്. നർമ്മദ ജില്ല ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ. അതിനു മുമ്പ് ഒരു പ്രതിമ ഉണ്ടായിരുന്നു, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. നമുക്കറിയാം അല്ലെ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ അതൊരു 93 മീറ്റർ മാത്രമാണ്. അതിന്റെ ഉയരം എത്രയാണ്? 93 മീറ്റർ മാത്രമാണ്. പക്ഷേ ഇതിന്റെ ഉയരം എത്രയാണ്? 182 മീറ്റർ ആണ്. 182 മീറ്റർ ആണ് ഈ ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിട്ട് ഏത് പറയുന്നത്? സ്റ്റാച്യു ഓഫ് യൂണിറ്റിയെ പറയുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ്. അതിന്റെ ആ ഒരു ഉയരം എത്രയാണ്? എത്ര മീറ്റർ ആണ്? 182 മീറ്റർ ആണ്. അടി പറയുകയാണെങ്കിൽ 597 അടിയാണ്. ഓക്കെ, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ജില്ല നോക്കാം, നർമ്മദ ജില്ല, ഗുജറാത്ത്. ഏത് വർഷമാണ് വരുന്നത്? 2018 വരുന്നത്. ഒക്ടോബർ 31 രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സമത്വം നമുക്ക് വേണ്ടതാണ്, അതിനുള്ള അവകാശം. അതേത് ആർട്ടിക്കിൾസ് ആണ്? 14 മുതൽ 18 വരെയാണ് ആർട്ടിക്കിൾസ് വരുന്നത്. ഇനി രണ്ടാമത്തതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവകാശം വരുന്ന ഏത് ആർട്ടിക്കിളാണ്? 19 മുതൽ 22 വരെ. ഇനി ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. ചൂഷണത്തിന് എതിരായിട്ട് വരുന്ന 2 ആർട്ടിക്കിൾസ്. ഇനി മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് 25 മുതൽ 28 വരെ. അപ്പോ 14 തുടങ്ങുന്നത്. 14 to 18 സമത്വത്തിനുള്ള അവകാശമാണ്. 19 to 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 23 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് വരുന്നത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഇനി അഞ്ചാമത്തതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ വരുന്നത് അഞ്ചാമത്തെ അവകാശമാണ്. ആർട്ടിക്കിൾ 29 30 അത്. ഇനി ആറാമത്തതാണ്, അവസാനത്തതാണ് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം. വളരെ ഇമ്പോർട്ടന്റ്. ആർട്ടിക്കിൾ 32 മുതൽ 35 വരെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 14 മുതൽ 35 വരെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്യാൻ ഇത് 6 നമുക്ക് വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് ഈ അവകാശങ്ങൾ 7 ആയിരുന്നു മുമ്പ്. നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ഉണ്ടായിരുന്നു. ആ 7ാമത്തതായിരുന്നു സ്വത്തവകാശം. ഈ സ്വത്തവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും അല്ല അല്ലെ. സ്വത്തവകാശം എന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ലോജിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? 1978 44ാമത്തെ ഭേദഗതി അനുസരിച്ച് അതൊരു നിയമമായിട്ടുള്ള അവകാശം, നമ്മുടെ ഒരു അവകാശമാണ്. പക്ഷെ അതൊരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. അങ്ങനെയാക്കി. അതായത് മൗലിക അവകാശങ്ങളിൽ വന്നിട്ടുള്ള സ്വത്തിനുള്ള അവകാശം, നമുക്ക് സ്വത്ത് നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അവകാശം ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. അത് നമുക്കൊരു നിയമ അവകാശമാണ്. അതെങ്ങനെയാണ് മാറ്റിയത്? 1978 44ാമത്തെ ഭേദഗതി അനുസരിച്ച് അതെന്താക്കി? ഒരു സാധാരണ നിയമപരമായിട്ടുള്ള ഒരു അവകാശമാക്കി മാറ്റി. ഭരണഘടനയിലെ 300A അനുച്ഛേദത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്, സ്വത്തവകാശത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. അതായത് മുമ്പ് അത് 31 കേട്ടോ. കാരണം മുമ്പ് അത് അവകാശമായിരുന്നു, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയതുകൊണ്ട് 31 പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറയുന്നത് 300A. അതായത് അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. നമ്മുടെ റൈറ്റ്സ് ആണ്, പക്ഷെ അതൊരിക്കലും ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. ഇനി സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഭാഗം 12 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് 12ാമത്തെ ഭാഗമാണ്. മുമ്പ് അത് 31ാമത്തെ അനുച്ഛേദത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴത് 300A അനുച്ഛേദത്തിലാണ് പറയുന്നത്. അതായത് സ്വത്തവകാശം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല. ഇനി നമുക്ക് ഓരോന്നും എടുത്തു നോക്കാനുണ്ട്. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളെ ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പഠിക്കാനുണ്ട്. അതായത് തുല്യതയ്ക്കുള്ള അവകാശം, അതായത് സമത്വത്തിനുള്ള അവകാശം. 2 രീതിയിലും ചോദിച്ചാലും ഡൗട്ട് വരാതിരിക്കാനാണ് 2 സ്ഥലത്തും 2 പേര് കൊടുത്തത്. സമത്വം ചോദിച്ചാലും തുല്യത ചോദിച്ചാലും ഒരേ അർത്ഥം തന്നെയാണ്. ഒന്നാമത്താണ് തുല്യതയ്ക്കുള്ള അവകാശം. 14 മുതൽ 18 വരെ ഇതാണ് പറയുന്നത്.
അത് ഓരോ ആർട്ടിക്കിൾസ് നമുക്ക് എടുത്തു നോക്കാം. ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാ വ്യക്തികളും തുല്യരാണ്. അതായത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള എല്ലാ നിയമത്തിന്റെ മുമ്പിലും ഇന്ത്യയിലെ ഓരോ പൗരനും തുല്യനാണ്. അതായത് അതിനൊരു ജാതിയില്ല, മതമില്ല, നിറമില്ല, ഒന്നുമില്ല, എല്ലാവരും തുല്യരാണ്. ഇന്ത്യയുടെ ദേശത്തിനുള്ളിൽ നിയമങ്ങളുടെ തുല്യത എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് ഇന്ത്യയുടെ ആ ഒരു മൊത്തം ടെറിട്ടറിക്കുള്ളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരന് അവകാശങ്ങൾ തുല്യമാണ്. അതാണ് ആർട്ടിക്കിൾ 40 പറയുന്നത്. ആർട്ടിക്കിൾ 40 പറയുന്നത് എന്താണ്? എല്ലാവർക്കും നിയമത്തിന്റെ മുമ്പിൽ തുല്യ അവകാശം. അത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ആർട്ടിക്കിൾ 50 കടക്കുമ്പോൾ എന്താ പറയുന്നത്? മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിലേത് ഒന്നുകിലെല്ലാം ആവാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിന്റെ പേരില് ഒരിക്കലും വിവേചനം പാടില്ല. എല്ലാവരും തുല്യരാണ്. മതമില്ല, വംശമില്ല, ജാതിയില്ല, ലിംഗമില്ല, ജന്മസ്ഥലം, ഏത് സ്ഥലത്ത് ജനിച്ചു എന്നൊന്നുമില്ല. ഇന്ത്യയിൽ എവിടെ ജനിച്ചാലും ഇന്ത്യയുടെ അവകാശം അനുസരിച്ച് എല്ലാവർക്കും തുല്യമാണ്. എല്ലാവരും ഇന്ത്യയുടെ അവകാശത്തിന്റെ കാര്യത്തിൽ തുല്യരാണ് എന്നതാണ് ആർട്ടിക്കിൾ 50 പറയുന്നത്. 40 50 എന്താണ് പറയുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 പ്രത്യേകത എന്ന് പറഞ്ഞാല് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ പൊതു തൊഴിലില്, അതായത് ഇന്ത്യയിലെ സർക്കാർ ജോലി ഉൾപ്പെടെ വരുന്ന പൊതു തൊഴിലിന്റെ കാര്യങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള അവസരമാണ്. അതായത് അർഹതയുള്ളവന് ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യാൻ അവന് അർഹതയുണ്ടെങ്കിൽ അത് അവന് തന്നെ കിട്ടിയിരിക്കണം. അതാണ് ഈ പറയുന്നത്. ആർട്ടിക്കിൾ 60 പറയുന്നത് എന്താണ്? പൊതു തൊഴിലിന്റെ കാര്യത്തിൽ എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള അവകാശം. അപ്പൊ പൊതു തൊഴിൽ ആർട്ടിക്കിൾ 16 അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. പൊതു തൊഴിൽ ആർട്ടിക്കിൾ 16. പിന്നെ അടുത്ത എന്താണ്? അതായത് ഇവിടെ അവസര സമത്വമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും അവസരമുണ്ട്. അതായത് അതിന് അർഹതയുള്ളവന് ആ ഒരു ജോലി ചെയ്യാൻ അവന് അർഹതയുണ്ടെങ്കിൽ, അവന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് അവന് കിട്ടേണ്ട ജോലിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 16 എന്ന് പറഞ്ഞാൽ പൊതു തൊഴിൽ 16 അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ആർട്ടിക്കിൾ 17 അടുത്ത ഇമ്പോർട്ടന്റ്. ഇതില് ഈ ഒരു ആർട്ടിക്കിൾ വരുമ്പോൾ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ടായിരുന്നു ഈ ആർട്ടിക്കിൾ പാസ്സാക്കുന്നത്. അതായത് ഇതിന് പ്രത്യേകതയുണ്ട്. ആർട്ടിക്കിൾ 17 പ്രത്യേകത എന്താണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കിയ, അതായത് ഐത്തം എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നു അല്ലെ, തൊട്ടുകൂടായ്മ, അത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് വന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. ഈ ഒരു 17 പാസ്സാക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ടായിരുന്നു ഈ ആർട്ടിക്കിൾ പാസ്സാക്കിയത്. കാരണം അതിനുവേണ്ടി ഐത്ത നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതൊന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇനി അടുത്തതാണ് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 പ്രത്യേകത എന്താണ്? ഈ സൈനികർക്ക് അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ട് സ്ഥാനപ്പേരുകൾ ഉണ്ടാവും അല്ലെ, അതൊഴിച്ചുള്ള സ്ഥാനപ്പേരുകളൊന്നും വിളിക്കാൻ പാടില്ല. അതായത് ചില ആൾക്കാരെ കളിയാക്കി വിളിക്കുന്ന പേരുകളൊക്കെ ഉണ്ടാവും, അതൊന്നും പാടില്ല. അങ്ങനെയുള്ള സ്ഥാനപ്പേരുകളൊന്നുമില്ല. പക്ഷേ ഈ സൈനികർക്കും അക്കാഡമിക് ആയിട്ടൊക്കെ ഒരു പേരുണ്ടാവും. അതല്ല പറയുന്നത്. അതല്ലാത്ത രീതിയിലുള്ള സ്ഥാനപ്പേരുകളൊന്നും ആർക്കും ഇല്ല. എല്ലാവരും തുല്യരാണ്. ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് എൻ്റെ സ്ഥാനപ്പേര്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 18 എന്നത്. ഓക്കെ, സൈനികമായിട്ടോ അക്കാദമിക് പരമായിട്ടുള്ള ഒരു പേരൊഴിച്ചിട്ട്, സ്ഥാനപ്പേരൊഴിച്ചിട്ട് ബാക്കിയുള്ള പേരുകളൊന്നുമില്ല. അതിനെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 18. അപ്പൊ ആർട്ടിക്കിൾ 16, 17, 18 അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. 16 പറയുമ്പോൾ പൊതുതൊഴിൽ പറയുക, 17 പറയുമ്പോൾ മഹാത്മാഗാന്ധി ഓർക്കുക, അതായത് ഐക്യ നിർമ്മാർജ്ജനം, അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുക. 18 വരുമ്പോൾ അതായത് സ്ഥാനപ്പേര്, 18 എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേരൊന്നും ഇല്ലാത്ത ഒരു രീതി. അതായത് സ്ഥാനപ്പേരിന്റെ പേരിൽ ആരെയും വിവേചിച്ച് നിർത്തില്ല. ഒരാൾ ഉയർന്നവൻ ഒരാൾ താഴ്ന്നവൻ എന്നുള്ള ഒരു രീതി ഉണ്ടാവില്ല. അതാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്നാമത്തെ, അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഒന്നാമത്തെ അതായ തുല്യതയ്ക്കുള്ള അവകാശത്തെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിന്റെ കണ്ടിന്യൂഷൻ പോകാം. താങ്ക് യു.